നിത്യ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ കുമ്പസാരം പോലെ തന്നെ പാപമോചന ശുശ്രൂഷ നടത്തിയിട്ടാണ് വിശുദ്ധ കുർബാന, അനുരഞ്ജന ശുശ്രൂഷ നടത്തിയിട്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. ഈശോ തന്നെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ നമ്മുടെ ഹൃദയ വിശുദ്ധീകരണത്തിലൂടെ ദൈവം നമ്മളിലുണ്ട്, ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്നു. പക്ഷെ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ നമുക്ക് അനുഭവിക്കുക സാധ്യമല്ല. ഇപ്പോ ഈ ഗ്ലാസ്സിൽ ഇന്നലെ വെള്ളം കുടിച്ചു, ഇന്ന് വെള്ളം കുടിക്കുന്നു. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും ഈ ഗ്ലാസ് ആരെങ്കിലും കഴുകി കാണില്ലേ? കഴുകാണ്ട് ഇന്ന് അത് വെള്ളം നിറയ്ക്കുമോ? ഇന്നലെ വെള്ളം നിറച്ച ഗ്ലാസ് തന്നെയല്ലേ, പിന്നെ കഴുകേണ്ട ആവശ്യം എന്താ? അങ്ങനെ നമ്മൾ വിചാരിക്കുമോ? ഇന്നലെ ഈ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കുടിച്ചു, ഇന്നും ഈ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കുടിക്കുന്നു. പക്ഷേ എന്ത് ചെയ്തു? ഇന്ന് ഈ ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഇതിനെ കഴുകി. എന്ന പോലെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നുണ്ടാകാം. എല്ലാ ദിവസവും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് എല്ലാ ദിവസവും സംസാരിക്കുമെന്നല്ല പറയുന്നത്, പക്ഷേ കഴിയുന്നതും നമ്മളെ തന്നെ വിശുദ്ധിയിൽ നിലനിർത്തിയാൽ മാത്രമേ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വിശുദ്ധീകരണം നടക്കുന്നു, കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരണം നടക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെയുള്ള വിശുദ്ധീകരണത്തിലേക്ക് ആ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്ന യേശുവിനെ, പരമപരിശുദ്ധതയെ, ആ പരമപരിശുദ്ധനായ യേശു, പരമപരിശുദ്ധമായ ത്രിത്വം നമ്മുടെ ആത്മാവിലേക്ക് ലയിച്ചു ചേരണമെങ്കിൽ നമ്മുടെ ആത്മാവിന് വേണ്ടതായ ഒരുക്കം ഉണ്ടോ? അങ്ങനെ ഒരുങ്ങി നമ്മൾ ബലിയിൽ അർപ്പിക്കുമ്പോഴാണ് ആ ബലിക്ക്, വിശുദ്ധ ബലിയിൽ നമ്മളുടെ കൂടുതൽ അനുഭവം ഉണ്ടാകുന്നത്. ഈശോ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ടപ്പോൾ ഒരു പള്ളിയിൽ വികാരിച്ച് കുർബാനയ്ക്ക് മുൻപ് കുമ്പസാരത്തിന് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരൻ വന്ന് കുമ്പസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഉടനെ അച്ഛൻ ബലിയർപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ ആ സഹോദരനോട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി നിന്റെ സഹോദരന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് നീ ഇവിടെ കുർബാനയിൽ കൂടെ പാടുന്നു. പോയി വീട്ടിൽ പോയി അങ്ങനെ ഓടി തൊട്ടടുത്ത പള്ളിയുടെ ഓടിപ്പോയി വീട്ടിൽ പോയി സഹോദരനോട് മാപ്പ് ചോദിച്ചിട്ട് വന്ന് ബലിയർപ്പിച്ചു. എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രായശ്ചിത്തം ആ സഹോദരൻ കൊടുത്തു? അതിൻ്റെ കാരണം, എങ്കിൽ മാത്രമേ അവന് ആ വിശുദ്ധ ബലിയിലുള്ള പൂർണ്ണ അനുഭവം ഉണ്ടാകൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിവിശുദ്ധമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും അതിനുവേണ്ടി ഒരുങ്ങുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. സുവിശേഷത്തിൽ പല സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലുള്ള ആ തിരുമൂർത്തി ജീവന്റെ അപ്പമാണ്. ഞാൻ ജീവിക്കുന്ന അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അന്ത്യത്താഴ വേളയിൽ ഈ അപ്പം യേശു അപ്പസ്തോലന്മാർക്ക് കൊടുത്തു. എന്നാൽ യൂദാസും ഈ അപ്പം തന്നെ സ്വീകരിച്ചു. ഈ അപ്പം യൂദാസ് സ്വീകരിച്ചപ്പോൾ യൂദാസ് അതെന്തായി മാറി? എന്തായി മാറി? പറഞ്ഞു, സാത്താനായി മാറി. അതെങ്ങനെയാ ഈ അപ്പം സാത്താനായിട്ട് മാറുന്നത്? അതാണ് നമ്മളുടെ ഒരുക്കത്തിന്റെ പ്രാധാന്യം. 13-ാം അധ്യായത്തിൽ 27 യോഹന്നാൻ 13-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന്
അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. നിങ്ങൾ പേടിക്കണ്ടോ, പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല. ഒരു വാസ്തവം മനസ്സിലാവാം. നമ്മളുടെ ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ ശത്രുതയോ കലഹമോ നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ ആത്മാവുമായിട്ട് ലയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പശ്ചാത്തപിച്ച് ക്ഷമിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങണം. 1 കൊരിന്ത്യർ അധ്യായം 11 പൗലോസ് ശരിക്കും പേടിപ്പിക്കുന്ന മാറ്റി എഴുതിയിരിക്കുന്നത്. അത് വായിച്ചാൽ നമ്മൾ വളരെയധികം പേടിക്കാണ്ടൊന്ന് വായിച്ചു കേൾക്കാം. 11-ാം അധ്യായത്തിൽ 29 വചനം വായിച്ചത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ശരീരത്തെ വിവേചിച്ചറിയാതെ, അപ്പൊ വിവേചനം ഉണ്ടാകണം. നമ്മൾ ഇതാണ് സ്വീകരിക്കാൻ പോകുന്നത്. പരമപരിശുദ്ധനായ യേശുവിനെ സ്വീകരിക്കും. ആ വിവേചനത്തോടു കൂടി അയോഗ്യതയോടെ സ്വീകരിക്കുന്നവർക്ക് ദൂഷ്യമായിട്ട് മാറും. തുറന്നു വായിച്ച്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. പേടിക്കണ്ട. നമ്മൾ മനസ്സിലാക്കണം. എത്ര അപ്പസ്തോലൻ പറയുന്നത് അത്രയ്ക്ക് വിവേചനത്തോടുകൂടി വേണം നമ്മൾ ബലി അർപ്പണത്തിന് വരുന്നതിനും ബലി വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ബലി അർപ്പണത്തിന് മുൻപായിട്ട് വിശുദ്ധിയോടെ വിവേചനത്തോടെ പശ്ചാത്താപത്തോടെ കുമ്പസാരിച്ച് അല്ലെങ്കിൽ വിശുദ്ധീകരിച്ച് ബലിയർപ്പിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ വലിയ ദൈവാനുഭവമായിരിക്കും ബലിയർപ്പണത്തിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ രഹസ്യം വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമാണ്. വിശുദ്ധിയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം. പരമപരിശുദ്ധനായ ദൈവം നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരും ആക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രസാദപരമാണ് ഓരോ കൂദാശയിലും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ കൂദാശ, the most blessed of the sacrament. അതുകൊണ്ടാണ് നമ്മൾ blessed sacrament എല്ലാ സാക്രമെന്റ് ആണ്. എന്നാൽ അതിൽ ഏറ്റവും വലിയ സാക്രമെന്റ് വിശുദ്ധ കുർബാനയാണ്, the most blessed of the sacrament. അതുകൊണ്ട് നമ്മൾ അതിനെ blessed sacrament. മറ്റു കൂദാശകളെല്ലാം വിശുദ്ധ കുർബാനയുമായിട്ട് കൂർത്തിണങ്ങി കിടക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തിയും വിശുദ്ധ കുർബാനയിലേക്കുള്ള ശക്തിയും മറ്റുള്ള കൂദാശകളിലൂടെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ വിവാഹ ജീവിതത്തിൽ അതിന്റെ വിശുദ്ധിയിൽ വിവാഹ ജീവിതം നിലനിൽക്കുന്നില്ലെങ്കിൽ അതും കുർബാന സ്വീകരണത്തിന് തടസ്സമാണ്. എന്നാൽ
വിശുദ്ധീകരിച്ച് വിശുദ്ധി ദൈവവുമായിട്ട് ലയിച്ചു ചേരണമെങ്കിൽ കുമ്പസാരത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അനുദിനം നമ്മൾ നീങ്ങണം. എല്ലാ ദിവസവും കുമ്പസാരിക്കണമെന്നല്ല പറയുന്നത്, എല്ലാ ദിവസവും പശ്ചാത്തപിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ തന്നെ അനുരഞ്ജന ശുശ്രൂഷ. അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ മുട്ടുകുത്തി കർത്താവിനോട് യാചിക്കുന്നു, നമ്മുടെ പാപങ്ങളും കടങ്ങളും കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ പാപങ്ങളും കടങ്ങളും കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഉദാഹരണം പറയാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു ഉപമ. എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം നമ്മളിൽ നടക്കുന്നത് എന്നുള്ളതിന് ഒരു കഥ പറയാം. നമ്മുടെ നാട്ടിലെല്ലാം, പ്രത്യേകിച്ച് നാട്ടിൻപുറത്ത് എല്ലാവർക്കും പരിചിതമാണ് പശു പ്രസവിക്കുന്ന ഒരു രംഗം. പശു ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ തള്ളപ്പശുവിൽ നിന്നും കുഞ്ഞ് പ്രസവിച്ച് പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന്റെ മേലെ മുഴുവനും എന്തായിരിക്കും? എന്തോ തരത്തിലുള്ള ഒരു അഴുക്കാണെന്ന് പറയാമോ? അഴുക്കെന്ന് പറയാമോ? എന്നാൽ തള്ളപ്പശു എന്ത് ചെയ്യുന്നു? തള്ളപ്പശു ഈ കുഞ്ഞിന്റെ മേലുള്ള ആ ദ്രാവകം മുഴുവനും നക്കി ഭക്ഷിക്കും. ആദ്യം തള്ളപ്പശു കുഞ്ഞിന്റെ ഏത് ഭാഗത്താണ് നക്കുന്നത്? എവിടെയാണ്? മുഖം. കണ്ടോ? എല്ലാവരും പറയാം മുഖഭാഗം. എന്തിനാ? ആ കുഞ്ഞിന് വേഗം ശ്വാസം കിട്ടാൻ വേണ്ടി. ഈ തള്ളപ്പശുവിന് ഇതിന് വല്ല ട്രെയിനിങ് ആരെങ്കിലും കൊടുത്തോ? ആരും കൊടുത്തിട്ടില്ല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം, ആ തള്ളപ്പശു ഈ കുഞ്ഞിന്റെ മേലുള്ള ഈ അഴുക്ക് മുഴുവനും നക്കി ഭക്ഷിച്ച് കുഞ്ഞിനെ തോർത്തി കുഞ്ഞിനെ വളരെ സന്തോഷകരമായ അവസ്ഥ. അത് കഴിഞ്ഞ അല്പസമയത്തിന് ശേഷം നമുക്ക് കാണാം ഈ കുഞ്ഞ് വാലും പൊക്കി ചാടി ഓടി നടക്കുന്നത്, അല്ലേ? ഇതുപോലെയാണ് കുമ്പസാരത്തിലും പാപമോചന ശുശ്രൂഷയിലും പരമപിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരുടെയും മലിനതകളെ വിശുദ്ധീകരിച്ച് ഉയർപ്പിന്റെ അനുഭവം നൽകി നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അനുഭവപൂർണമായ അർപ്പണത്തിന് നമ്മൾ ഓരോരുത്തരും അതിനു മുൻപുള്ള തയ്യാറെടുപ്പിൽ ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തയ്യാറാകണം. അതിന് പ്രതി രാത്രി തന്നെ കിടക്കുമ്പോൾ, നാളെ രാവിലെയാണ് വിശുദ്ധബലി അർപ്പിക്കുന്നതെങ്കിൽ രാത്രി തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് കിടക്കണം. എന്തിനാ ചിന്തിക്കണം എന്ന് പറഞ്ഞ്, ഉദാഹരണത്തിന് രാത്രി 10-12 മണി വരെ സിനിമയെല്ലാം കണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നേരെ കുർബാന അർപ്പണത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന അച്ഛൻ വല്ല സിനിമ സ്റ്റാറായിട്ട് ചിലപ്പോൾ തോന്നുള്ളൂ. ആ സിനിമ തുടരണമായി ചിലപ്പോൾ തോന്നിയെന്ന് വന്നേക്കാം. അതാണ് ഒരുങ്ങുമ്പോൾ നമ്മൾ തലേ ദിവസം രാത്രിയും പകലുമെല്ലാം നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി അതിനെ മനസ്സിൽ നിന്നും വിശുദ്ധീകരിച്ച് വിശുദ്ധബലി അർപ്പിക്കുന്നതിന് വേണ്ടി നാം തയ്യാറാണ്. ഓക്കെ, നമ്മുടെ ഈ 7 സ്റ്റെപ്പുകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും യേശുവിന്റെ രക്ഷാകര പദ്ധതി പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ യേശുവിന്റെ മനുഷ്യ അവതാരം, യേശുവിന്റെ മാമോദിസ, യേശുവിന്റെ പരസ്യ ജീവിതം, യേശുവിന്റെ പീഠാസനം, മരണം,
പരസ്യ ജീവിത കാലഘട്ടത്തെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുർബാനയിൽ വെച്ച ചിഹ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. പ്രത്യേകിച്ച് ബലിവേദിയെ കുറിച്ച് മനസ്സിലാക്കി. മറ്റൊരു ചിഹ്നം മനസ്സിലാക്കാനുള്ളത് കൈ കഴുകൽ ശുശ്രൂഷ. കൈ കഴുകൽ, കൈ വൈദികൻ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ കൈ കഴുകുമ്പോൾ വൈദികന്റെ കൈ കഴുകാനല്ല അവിടെ നടക്കുന്നത്. വൈദികന്റെ കയ്യിലുള്ള അഴുക്ക് കഴുകിക്കളയാൻ വേണ്ടിയല്ല, മറിച്ച് കൗതാശികമായി നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയ വിശുദ്ധീകരണമാണ് അവിടെ നടക്കുന്നത്. ഈ ബോധ്യത്തോടു കൂടി നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൗതാശികമായുള്ള വലിയ ഒരു വിശുദ്ധീകരണ ശുശ്രൂഷയുടെ അനുഭവം നമുക്കുണ്ടാകും. ആ സമയത്തുള്ള പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് നല്ലതാണ്. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ എന്ന് പറഞ്ഞാണ് കഴിയുന്നത്. അതിനുശേഷം കൈ തുടയ്ക്കുന്നു. ആ സമയത്തും പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥന? കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. എല്ലാവരും കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അതിനർത്ഥം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പാപങ്ങളുടെ ഒരല്പം പോലും കറ അല്ലെങ്കിൽ മാലിന്യം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം തുടച്ചു നീക്കും. നമ്മുടെ വീട്ടിലെല്ലാം നല്ല കണ്ണാടി ജനാലകളുണ്ടാവും. ജനാല, വിൻഡോസ്. ഈ ജനാലകളിലുള്ള ചില്ലുകളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയത് തുടച്ചു മാറ്റും. അല്ലെങ്കിൽ ആ പുറത്തുനിന്നുള്ള പ്രകാശം അകത്ത് വരുന്നതിന് തടസ്സമാണ്. എന്ന മാതിരി നമ്മുടെ ആത്മാവിലുള്ള ചെറിയ ചെറിയ കറകൾ തുടച്ചു മാറ്റുന്നതിൽ വലിയ രഹസ്യമുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനിയിലെ പുണ്യവാളൻ അച്ഛൻ, ഫാദർ ഓഫ് ആർട്സിലുള്ള മരിയ വിയാനി, പ്രത്യേകിച്ച് ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ഈ പിതാവിന്റെ പ്രബോധനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ദൈവത്തിന്റെ കൃപാസമുദ്രം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ വലിയ ഒരു പർവ്വതം പോലെയാണ്. നമുക്ക് ഭാരതത്തിൽ എളുപ്പമാണ്. ഹിമാലയം പോലെ ഉയർന്നതാണ് ദൈവത്തിന്റെ കൃപാവരമെങ്കിൽ നമ്മുടെ പാപങ്ങൾ അതിന്റെ ചുവടിൽ ഉള്ള വെറും മണൽത്തടികൾ പോലെയാണ്. കൃപയും പാപവും തമ്മിലുള്ള ആ ഒരു തുലന നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൃപാസമുദ്രം അനന്തമാണ്. നമ്മൾ സമുദ്രത്തിന്റെ കരയ്ക്ക് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അക്കരെ കാണാൻ പറ്റുമോ? ഇല്ല. അത്രയ്ക്ക് വിശാലമാണ്, അത്രയ്ക്ക് ആഴമുള്ളതാണ്. എങ്കിൽ നമ്മുടെ പാപം ആ സമുദ്രത്തിന്റെ തീരത്തുള്ള ഒരു മണൽത്തരിക്ക് തുല്യമാണ്. ഈ ബോധ്യത്തോടു കൂടി നമ്മുടെ പാപങ്ങൾ നമ്മൾ തന്നെ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ കഴിയണം. കൃപാസമുദ്രം. ആ കൃപാസമുദ്രം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വിശാലമാണ് ദൈവത്തിന്റെ കൃപ. ഇതൊരു വായിച്ച സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കൃപാസമുദ്രത്തിൽ കഴുകി വിശുദ്ധീകരിക്കട്ടെ. പാപത്തിന്റെ മാലിന്യം തുടച്ചു നീക്കട്ടെ. ഇതിന് വേറെ ഉദാഹരണമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ പ്രബോധനത്തിൽ പറയുന്നുണ്ട്, പല ആത്മീയമായി വളർന്ന വ്യക്തികളും വീണുപോയിട്ടുള്ളത് ചെറിയ കാര്യങ്ങളിലൂടെയാണ്, വളരെ ചെറിയ തെറ്റുകളിലൂടെയാണ്.
എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ ഒരു ഉദാഹരണം ഇതാണ്. ഒരു മനോഹരമായ ടാങ്കിൽ അല്ലെങ്കിൽ ഒരു പാത്രം, ടാങ്കിൽ തന്നെയാണ് വാട്ടർ ഉപയോഗിക്കാൻ. നമുക്ക് ഒരു ടാങ്ക്, ധാരാളം വെള്ളം നിറച്ചു വയ്ക്കാവുന്ന ഒരു ടാങ്ക്. നമ്മളുടെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് എന്ന് വിചാരിക്കാം അല്ലേ, വെള്ളം ധാരാളം നിറച്ചു വയ്ക്കാവുന്ന വാട്ടർ ടാങ്ക്. എന്നാൽ ഈ വാട്ടർ ടാങ്കിന് ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചെറിയ ദ്വാരം, സാവധാനം ഡ്രോപ്പായിട്ട് തുള്ളി തുള്ളിയായിട്ട് ഈ വെള്ളം മുഴുവനും ഒലിച്ചു പോകും, വെള്ളം മുഴുവനും നഷ്ടപ്പെടും. ഒരു വശത്ത് വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും നമ്മൾ ഹൃദയം കൃപാവരം കൊണ്ട് നിറയും. പക്ഷേ നമ്മളിൽ ചെറിയ എന്തെങ്കിലും ബലഹീനതകളും ചെറിയ തിന്മകളുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ടാങ്കിന് ഒരു ദ്വാരം, ഒരു വീഴ്ത്ത. ഇത് ക്രിസ്തീയ ആത്മീയതയുടെ ഒരു രഹസ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ആ ചെറിയ മലിനത വരെ എടുത്തു മാറ്റാൻ തയ്യാറാണ്. ചെറിയ മലിനത എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വാരം. നമ്മളുടെ കൃപാവരത്തിന്റെ ടാങ്ക്, അതായത് നമ്മുടെ ആത്മാവില് ധാരാളം കൃപ ശേഖരിക്കാം. പക്ഷേ അതിൽ ഒരു ചെറിയ കീഴ്ത്തയുണ്ടെങ്കിൽ ഈ കൃപ മുഴുവനും ഒലിച്ചു പോകും. എന്താണ് ആ ചെറിയ കീഴ്ത്ത എന്ന് പറയുന്നത്? നമ്മൾ ചില സമയത്ത് കുമ്പസാരിക്കുമ്പോൾ ആ സാരമില്ല, അത് ചെറിയൊരു കാര്യം പറയേണ്ട ആവശ്യം. ഒരിക്കലൊരു വിശുദ്ധീയ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ബ്രദർ പറഞ്ഞ ഈ വിശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ ഭാര്യയെല്ലാം വളരെയധികം സ്നേഹിക്കുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയ ബന്ധമുണ്ട്, ഒരു ചെറിയ ബന്ധം, ചെറുതായിട്ട്. അത് ഞാൻ നിലനിർത്തിക്കോട്ടെ. അപ്പൊ എന്ത് സംഭവിക്കും? ടാങ്ക് മുഴുവനും ചോർന്നു പോകും. ഇങ്ങനെ ഒരു ചേട്ടൻ ഇതേമാതിരി ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറഞ്ഞു, ബ്രദർ പറഞ്ഞത് ശരിയാണ്, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയൊക്കെ നടക്കും. പിന്നെ ഞാൻ ആലോചിക്കല്ലേ, എന്താ ഞങ്ങൾക്കൊരു കുറവ്? പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത്, കുർബാന കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയാൽ ഞാൻ ഉടനെ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കും. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് തീർന്നേക്ക് മുമ്പ് ഉടനെ ഞാൻ ബാൽക്കണിയിൽ പോയി ഒരു സിഗരറ്റ് എടുത്ത് വലിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കീഴ്ത്ത എൻ്റെ ടാങ്കിന് ഇതൊക്കെ ഇപ്പൊ മനസ്സിലായി. ചിലര് കുർബാനയ്ക്ക് വരും, കുർബാനയിലേക്ക് ഭക്തി കൂടും. പക്ഷേ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സ്വഭാവം മാറി. നമ്മളെ കുറ്റം പറയല്ല. അപ്പൊ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്.